കൽബ് മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ് ഞാനും സ്നേഹിയും. അപ്പം മഞ്ചേരി ദേവകി സിനിമാക്സിലാണ് സിനിമ കാണാൻ വന്നത്. 9:30 ഷോ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങൾ 9 മണിക്ക് എത്തി. അത് പറയണം. 10 മണിയായി ഷോ തുടങ്ങിയപ്പോൾ. കാരണം 10 പേരില്ലാതെ തിയേറ്ററിൽ ഷോ നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 1-2 ആള് വന്നു. പിന്നെ ഞാനൊരു 7 ടിക്കറ്റ് എടുത്തു. അങ്ങനെ 10 പേരാക്കി പടം തുടങ്ങി. ഇതിനു മുമ്പ് ഞാനിത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ആളില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. നല്ല സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുക. പറയാൻ കാരണം ഇതാണ് ശരിക്കും പറഞ്ഞാല്. അതെ, ഞാൻ ഇതിനു മുമ്പും പല സിനിമയ്ക്ക് പോയ സമയത്തും ടിക്കറ്റ് ഇല്ലായിട്ട് ഞാൻ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ടിക്കറ്റും കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം 10 ആള് 5 ആളെന്നൊക്കെ ചില തിയേറ്ററിൽ നിന്ന് പറയും. അത് അവരുടെ ആ ഒരു ഇതാണ്. അതിലിപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നുമില്ല. നമ്മളെടുത്ത് കാണാറുണ്ട്. പക്ഷെ ഇത് ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം, എനിക്ക് ഈ 7 ടിക്കറ്റ്, ഞാനും സ്നേഹിയും 2 ആൾക്ക് കാണാൻ 7 ടിക്കറ്റ് എടുത്തതിന് എനിക്കൊരു നഷ്ടമൊന്നും തോന്നിയില്ല. ഓക്കെ, ഓൺ എ ഹോണസ്റ്റ് സൈഡ് ഞാൻ പറയാം, ഹോണസ്റ്റ് ആയിട്ട് പറയാം. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ സ്നേഹനോട് ചോദിച്ചു, സ്നേഹൻ്റെ 7 ടിക്കറ്റിൻ്റെ 700 രൂപ സ്വാഹയാണോന്ന് ചോദിച്ചു. കാരണം ഫസ്റ്റ് ഹാഫ് എനിക്ക് എന്തോ ഭയങ്കര ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു പോക്കാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അത് ഞാൻ അഭിനയിച്ചവരെ പ്രശ്നമോ അല്ലാന്നുണ്ടെങ്കിൽ അഭിനയത്തിൻ്റെ വിഷയങ്ങളോ അല്ല ഇവിടെ പറയുന്നത്. ആ കഥ പറഞ്ഞു പോയ രീതി ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നി, സീരിയസ്ലി. പക്ഷേ മാൻ, സെക്കൻഡ് ഹാഫ് സാജിദ് എന്തോന്നടെ ചെയ്തു വെച്ചെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മളെ ഒരു ഇമോഷണൽ റൈഡിലേക്ക്, ഞാൻ അങ്ങനെ ഇമോഷണലി കണക്ട് ആവാത്ത ഒരാളാണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് എവിടെയോ എന്തോ ഒരു വേദനപ്പെട്ട് സ്നേഹ പൊരിഞ്ഞ കരച്ചിൽ. സീരിയസ്ലി ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. ഞാനും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ആളുകളാണ്. അങ്ങനെയുള്ളവർക്ക് സെക്കൻഡ് ഹാഫ് മോനെ ഈ പടം നിന്ന് നെഞ്ചിനകത്ത് കൊട്ടും ഉള്ള കാര്യം പറയാം. പിന്നെ സ്നേഹക്ക് ശരിക്ക് കൊണ്ടു. തിയേറ്ററിൽ ഞാൻ പറഞ്ഞ ആകെ 3-4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എടുത്ത ടിക്കറ്റ് വരുന്നു. പടം കഴിഞ്ഞിറങ്ങി മുമ്പ് ഒരാള് കരയിപ്പിച്ച് കളഞ്ഞടയെന്ന് പറഞ്ഞോട്, ഉള്ള ഒരാള് കരയിപ്പിച്ച് കളഞ്ഞടയെന്ന് പറഞ്ഞ ഇറങ്ങിപ്പോയി. കാരണം ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ക്ലീഷേ പ്രേമം പോലെ തോന്നും. സീരിയസ് നോർമലിനേക്കാ താഴെ ഒരു ക്ലീഷേ സാധനം. നമ്മൾ എല്ലാ സിനിമകളിലും കണ്ടു മടുത്ത ഒരേ പാറ്റേൺ ഉള്ള ഒരു സാധനം കാണും. പക്ഷെ ഫ്രെയിമും തുടങ്ങിയപ്പോഴും ഒരു കട്ടില്ലാത്ത ഒരു പ്രേമം, ഒരു ലോ ലെവലായിട്ടുള്ള പ്രേമമായിട്ട് പോകുള്ളൂ. അങ്ങനെ തന്നെയാ വിചാരിച്ചത്. അതായത് നോർമൽ എല്ലാ സിനിമയിലും റിപ്പീറ്റ് ചെയ്ത് തരുന്ന ഒരു കുഞ്ഞാപ്പു പ്രേമം എന്നാ വിചാരിച്ചത്. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആലപ്പുഴനെ കുറിച്ച് നല്ല അടിപൊളി ഫ്രെയിമും കാര്യങ്ങളും, സിനിമാറ്റോഗ്രാഫി നല്ല രസമുണ്ടായിരുന്നു, വെച്ച ഫ്രെയിമുകൾ നല്ല രസമുണ്ടായിരുന്നു, അത്രേ പറയാനുള്ളൂ. കഥേന്റെ പോർഷനോ പെർഫോമൻസോ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയോ എക്സെപ്ഷൻ ആയിട്ടൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫില് സാജിദ് യഹിയ ചെയ്തു വെച്ച പണി, എഴുതി വെച്ച കാര്യങ്ങള്, ഇവരുടെയൊക്കെ ഫസ്റ്റ് ഫിലിമാണ് ഇത്. നടന്റെ പേര് രഞ്ജിത്ത് സജീവ്. ഇവരൊക്കെ സിനിമയിലെ പേര് ഞങ്ങളത് കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു വെറുപ്പിച്ച് കളയുന്നവരെ ഞങ്ങൾ ആദ്യം പയ്യനെ കണ്ടപ്പോ ഞാനും സ്നേഹിയും പറഞ്ഞു, ഇതിലെ ഹീറോനെ കണ്ടപ്പോ ഒരു 6 പാക്ക് ഉള്ള ക്യൂട്ട്നെസ് ഉള്ള നല്ല ഭംഗിയുണ്ട് കാണാനും. പിന്നെ അതിനിടയ്ക്ക് വിരാട് കോഹ്ലിന്റെ ചായ ഞാൻ പറഞ്ഞു പ്രണവ് ആക്ടിങ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ആള് കൊള്ളാം, അതായത് ലുക്ക് വൈസ് കൊള്ളാം. അഭിനയം ഈ ഫസ്റ്റ് ഹാഫ് കാണുന്നുള്ള കുഞ്ഞാപ്പുകളി ആയതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു പോയി. നടി വന്നപ്പോഴും നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ഓക്കെ, അതായത് അവർക്ക് എന്താണ് ഇതിൽ അഭിനയിക്കാനുള്ള, ഈ സുഖമില്ല സ്നേഹം പറയുന്നത് അഭിനയിക്കാനുള്ളത് എന്തുണ്ട് ഇല്ല എന്നുള്ളതാട്ടോ, അല്ല ലുക്ക് വൈസ് അല്ല പറയുന്നത്. എന്താണ് ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പോണേ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇതേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ക്ലീഷേ പ്രേമം തന്നെ കാണിക്കാനാണോ എന്നാണ് നമ്മൾ വിചാരിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഇവരൊക്കെ അഭിനയിച്ചതിന്റെ പൊന്നോ, ഇവരൊക്കെ ഫസ്റ്റ് ടൈം തന്നെയാണോ പടത്തിൽ എന്നുള്ളത് ഞാൻ വിചാരിച്ചു പോയി. കാരണം ഒരു രക്ഷയില്ലാതെ ആ ചെക്കനും പെണ്ണും അല്ലേ, എന്തോന്നാടെ ചെയ്തു വെച്ചവര്. പിന്നെ ഇതിലെ പേരുകൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാൽപ്പോ, തുമ്പി അല്ലേ, അങ്ങനെയൊക്കെയാണ് പേരുകൾ പോകുന്നത്. അതെ. ഞാൻ പറയാലോ, സെക്കൻഡ് ഹാഫില് നടനും നടിയും ഇത് അവരുടെ ഫസ്റ്റ് മൂവിയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ദേ ആർ ബ്രില്യന്റ് അല്ലേ. നമ്മള് പോസ്റ്റ് കണ്ടപ്പോ നമുക്കൊന്നും തോന്നിയില്ല. ഞാൻ ശരിക്കും ഒരു മരുഭൂമി കഥയെന്ന് വിചാരിച്ചു. കാരണം മരുഭൂമി എന്നൊക്കെ, പക്ഷേ ഞാൻ അറബിനാട്ടിലെ കഥയെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊരു ബീച്ച് ലവ് സ്റ്റോറിയാണ്. പക്ഷെ അതൊരു സെക്കൻഡ് ഹാഫ് വാസ് ബ്രില്യന്റ്. പിന്നെ ഞാൻ പറഞ്ഞ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഒരു പ്രേമത്തിന്റെ കഥ. ഇതൊക്കെ കഥ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കയറൂടി. ഇതൊരു നോർമൽ, അങ്ങനെ ഭയങ്കര സ്പോയിലർ അല്ല പറയുന്നത്, ബീച്ച് സൈഡില്
ജാങ്കോ അടിച്ച് നടക്കുന്ന ഒരു കൂട്ടം പയ്യന്മാര് ഒരു പെൺകുട്ടീനെ പ്രേമിക്കുന്നു, പ്രേമം അങ്ങനെ തുടങ്ങുന്നു, പ്രേമം മുട്ടിടുന്നു, പിന്നെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോണത് സെക്കൻഡ് ഹാഫില്. അവിടെയാണ് ലെന, ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫില് ലെന ചുമ്മാ ഇതെന്തോന്നു അറിയില്ല, ലെനയ്ക്ക് ഒന്നും ഇല്ലാതെ എന്റെ മനസ്സിലായി ലെനേനെ ഒന്നും ഇല്ലാതെ ലെനേനെ അവിടെ പ്ലേസ് ചെയ്യുമെന്ന് വിചാരിച്ചു. ലെനയ്ക്ക് ആകെ സ്ക്രീനിൽ എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് ഡയലോഗേ ഉള്ളൂ. അതിൽ തന്നെ സെക്കൻഡ് ഹാഫിന്റെ ടുവാർഡ്സ് എൻഡിൽ ഒരു പാത്രം കൈ പിടിച്ച് വെക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവിടെ, പാത്രം. അത് ഈ എൻറ്റയർ സിനിമയിൽ ബാക്കി എല്ലാവരും കവർ ചെയ്തു പോയി. പിന്നെ ലെനേന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച ഒരു പോലീസ് ഓഫീസർ, അയാള് റൂഡ്. അയാൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇതിന് മുമ്പ് ഏതൊക്കെയോ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇയാളെ. പക്ഷെ ഞാൻ പറയാ ഈ ചെങ്ങാതി മിക്കവാറും ഇനി അടുത്ത കുറേ സിനിമയിൽ ഇമാതിരി റഫ് സാധനം ചെയ്യും. അങ്ങനത്തെ ഒരു സൈസ് അത് അത്രയും നമുക്കൊരു സ്ട്രോങ് നമ്മുടെ മൈൻഡിലും തരും. ഇയാളെ പൊട്ടിക്കാൻ തോന്നുന്നു ശരിക്കും ആ ഒരു സീനൊക്കെ കാണുമ്പോ. പിന്നെ സിദ്ദിഖ് ആസ് യൂഷ്വൽ എന്ത് കൊടുക്കുന്നു അത് അടിപൊളിയാക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഈ സിനിമയിൽ കണ്ട വലിയൊരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഫ്രഷ് ഫേസ് ആണ്. അതന്നെ വലിയ ഒരു എന്താ പറയുക, അതൊരു വലിയ കോൺട്രിബ്യൂഷനാണ് സിനിമയ്ക്ക് സീരിയസ്ലി. കാരണം ഫ്രഷ് ഫേസുകൾ വരിക, ഫ്രഷ് ഫേസുകൾ വന്ന് അഭിനയിക്കുക, അവർ തകർത്ത് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആളുകളെ കിട്ടും. കുറച്ചും കൂടി ആളുകളെ കാണാനും ഫ്രഷായിട്ട് അടുത്ത സിനിമയിലൊക്കെ അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ആൻഡ് ഇതില് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കുറെ പേർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് റോള് കൊടുത്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി റോളുകളാണ് കിട്ടിയത്. കാരണം നമുക്ക് ആ ഒരു നല്ല നല്ല മൊമെന്റുകളിലുള്ള സീനുകളാണ് ഒക്കെ കിട്ടിയത് എല്ലാവർക്കും. ഇപ്പോ കടൽ മച്ചാനാണെങ്കിലും നമ്മളെ കാർത്തിക് ശങ്കർ ആണെങ്കിലും നമ്മളെ കുടിയൻ ഡാൻസർ, പിന്നെ മറ്റേ അവന്റെ പേരെന്തായിരുന്നു, അബു സലീം ആണെങ്കിലും ഒക്കെയാണ്. ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ എന്താ പറയുക, റീൽസിന് 30 സെക്കൻഡ് അല്ല അവരെ കൊണ്ട് ഒരു മുഴുനീള സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കൃത്യമായിട്ട് അവർ കാണിച്ചു തന്നു. അത് നല്ല രീതിയിൽ അവർ യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്താണെങ്കിലും പിന്നെ ഇതിലെ കോൺസെപ്റ്റ് പ്രത്യേകിച്ച് പറയണം. അതായത് ഇത് ഞാൻ പറഞ്ഞ ദിസ് മൂവി വിൽ ബി ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ലവ് സ്റ്റോറി ഇൻ മലയാളം. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇത് OTT ഇറങ്ങി കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ മാസ്റ്റർ ക്ലാസ് ലവ് സ്റ്റോറി. ഇങ്ങനെ ഇത് മാറും, ഇല്ലെങ്കിൽ ഇതിന്റെ പേര് മാറ്റിക്കും. ഇത് എല്ലാരും നമ്മളെല്ലാരും വിചാരിച്ച പോലെ തന്നെ ഇതൊരു ക്രിഞ്ച് ആവും, നോർമൽ ആവും തന്നെ വിചാരിച്ചു. സീരിയസ്ലി എക്സ്പെക്ട് ചെയ്യാതെ തന്നെ ഞാൻ കൊറേ അത് മാത്രല്ല ഇറങ്ങി ഇത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് റിവ്യൂ ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം, ഞാൻ റിവ്യൂ നോക്കിയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിഞ്ച് ഫെസ്റ്റ് ആവും വിചാരിച്ചു. ആൻഡ് ഫസ്റ്റ് ഹാഫ് ക്രിഞ്ച് എന്ന് പറയല്ല, കണ്ട ആസ് യൂഷ്വൽ സാധനം നമ്മൾ കാണുമ്പോ അങ്ങനെയുള്ളൂ. സെക്കൻഡ് ഹാഫ് മാസ്റ്റർ ക്ലാസ് ആണ്, മാസ്റ്റർ സ്ട്രോക്ക് ആണ്. സാജിദ് യഹിയ തൂക്കി അടിച്ച് പഞ്ചറാക്കി നമ്മളെ കരയിപ്പിച്ച് പിഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു. അതന്നെ പറയാനുള്ളൂ. ആൻഡ് പെർഫോമൻസുകൾ പിന്നെ ഇവൻ ഈ നായകൻ ഒരു കരയുന്ന സീനൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു അത് വെറുപ്പിച്ച് തരുന്ന്. അയ്യോ അതൊക്കെ എന്തോ ഒരു അടിപൊളിയായിട്ടൊരു അഭിനയിച്ചത്. അത് അങ്ങനെയും ഉൾക്കൊണ്ടിട്ട് അഭിനയിച്ചത് വെറുപ്പിക്കലില്ല. ഇതിന്റെ കഥേന്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര രസമാണ്. എടുത്ത് തന്നെ പാട്ടും കൂടിയൊക്കെ വരുമ്പോ നമ്മളെ പ്രേമിച്ചോണ്ടാണ് നമുക്ക് അത് അത്രയും ഉൾക്കൊള്ളാൻ പറ്റിയത്. അതാണ് ശരിക്കും പറഞ്ഞത്. പ്രേമിച്ച എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയാനും പറ്റില്ല. ചിലർക്കൊന്നും ഇത് ഉൾക്കൊള്ളൂല്ല. ചില പ്രേമിച്ചവർക്ക് ഉൾക്കൊള്ളില്ല. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു ഇമോഷൻ സൈഡ് വരാത്ത, പക്ഷെ സ്റ്റിൽ എനിക്ക് എവിടെയോ ഒരു പെയിന് കിട്ടി. അത് കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്. എനിക്ക് അങ്ങനെ ഒരു പെയിന് തരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പെയിന് കിട്ടണമെന്നുണ്ടെങ്കിൽ സംതിങ് ദെയർ ഇൻ ദിസ് മൂവി. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കരച്ചിലൊന്നും, എനിക്ക് കണ്ണുന്നൊക്കെ വെള്ളം വന്നു. ഒരു മായാനദീന്റെ എൻഡ് ഒക്കെ കണ്ട പോലെ, മായാനദീന്റെ ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു വേദന കിട്ടാണ്ട്, അങ്ങനെ ഒരു സാധനം കിട്ടി. കൊള്ളാം. ഞാൻ മാക്സിമം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സമയം എടുത്ത് ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് പടമുണ്ട്. 2 മണിക്കൂർ 45 മിനിറ്റ് പടമുണ്ട്. 2.5 മണിക്കൂർ മുകളിൽ 2 മണിക്കൂർ 45 മിനിറ്റ് പടമുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി കയറി കണ്ടോ. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിന്ന് വരില്ല. സെക്കൻഡ് ഹാഫ് മാസ്റ്റർ ക്ലാസ് ആണ്. സെക്കൻഡ് ഹാഫ് മതി, അത് ഇറങ്ങി പോവും, ഇറക്കി വിടും. അത് ആ ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണ്. ഇറക്കി വിടും. സെക്കൻഡ് ഹാഫ് പടത്തേക്ക് ഇറക്കി വിടും. കാരണം ഇത് ലവിന്റെ ഒരു 7 സ്റ്റേജസ് കാണിക്കുന്നത്. അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഫ്ലോയില് കാണിക്കുന്നുണ്ട്. അത് ഡയലോഗ് ഓർമ്മയില്ല പറഞ്ഞതൊക്കെ.
അയ്യോ അത് ഭയങ്കരതായിട്ടോ ശരിക്കും പറഞ്ഞാല്. സോ ഗൈസ് കാണണം. എന്തായാലും ഇത് ഉറപ്പുള്ള OTT എന്തായാലും OTT-ൽ എന്താണെങ്കിലും ഈ സാധനം ട്രെൻഡ് ആവും, ഹിറ്റ് ആവും. ഒരാളും ക്രിഞ്ച് എന്ന് പറയില്ല, കൂക്കലുണ്ടാവുന്ന സംഭവം ഒന്നും ഉണ്ടാവില്ല, കളിയാക്കണ ട്രോള് തന്നെ ഒരു സംഭവം. ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ് വെൽ നറേറ്റഡ്, വെൽ സ്ക്രിപ്റ്റഡ്, പ്രസന്റഡ് ലവ് സ്റ്റോറി, മോസ്റ്റ് അണ്ടർ റേറ്റഡ് ലവ് സ്റ്റോറി ഇൻ തിയേറ്റേഴ്സ് ആണെങ്കിൽ ഈ സാധനം OTT-ൽ പക്കയായിട്ടും സാധനം കത്തും. ഇറങ്ങി കഴിഞ്ഞാൽ നോക്കിക്കോ, ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ ഈ സാധനം എന്തുകൊണ്ട് ഹിറ്റ് ആയില്ല എന്നുള്ള രീതിയിൽ തന്നെ വരിക. സോ ടൈം ഉള്ളവർ കയറി കാണുക അല്ലേ? അതെ, കാരണം ഒരു ഇമോഷണലി അറ്റാച്ച്മെന്റ് തോന്നുന്നു എന്തായാലും സിനിമ കാണുമ്പോ. എനിക്ക് സീതാരാമത്തിനേക്കാൾ അടിപൊളിയായിട്ട്, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് സീതാരാമൻ കണ്ടിട്ട് എന്റെ റിവ്യൂ കണ്ടവർക്ക് അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് സീതാരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനേക്കാൾ കിട്ടാനായിട്ട് തോന്നുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി, നമ്മള് അത് കണ്ടിങ്ങനെ ഇരിക്കുമ്പോ മറ്റേ ആള് ഇപ്പൊ നമ്മുടെ തിയേറ്ററിലെ ഒരാള് നമ്മളോട് പറഞ്ഞ് അറിയാണ് കരയിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ശരിക്കും പറഞ്ഞാ. ഡു വാച്ച് കാണണം.